ദിവസമാണ് ഞങ്ങൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടിരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണണം എന്നുള്ളത്. ഇന്നലെ നമ്മൾ പാലസ്, മ്യൂസിയം, ചാർമിനാറൊക്കെ പോയി. ഇനി ഇന്നും കൂടെ ഉള്ളൂ. എന്നിട്ട് ഇന്ന് വന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ അല്ല ഉച്ചയ്ക്കല്ലേ ട്രെയിൻ, ഉച്ചയ്ക്ക് 12:30 1 മണിക്കാണോ അങ്ങനെ ഉച്ചയ്ക്കാണ്. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ എത്തുള്ളൂ. അപ്പോൾ ബുധനാഴ്ച എത്തും. അപ്പോൾ ഞങ്ങൾ ഹൈദരാബാദിനോട് ബൈ ബൈ പറയും. ഇവിടെ എല്ലാവരോടും ഞാൻ കാണിച്ചു തരാട്ടാ. ചേട്ടാ പൊണ്ണെൻ്റെ ക്യാമറ കൂടെ മമ്മി മമ്മി ഡാഡി അവിടെ ഫ്രണ്ടിലുണ്ട്. ആ തല കാണുന്നത് ഡാഡിയാണ്. സൺകിസ്ഡ് ഇനി കമന്റ്സ് വരും ഓവർ ക്യൂട്ട്നെസ് പറഞ്ഞിട്ട്. ബസ്സുകൾ കയറാനൊക്കെ ഉണ്ടാവും. അവരുടെ എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണം കേട്ടോ. ഓരോരുത്തരും നോക്കണം. വൈകുന്നേരം ഇനി ഒരു 6 മണിയാകുമ്പോഴേ തിരിച്ചു വരും. എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തോളൂ. ബസ്സിൽ ബാഗ് വെച്ചാലും സേഫാണ്. ഇനി അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഹായ് 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 ഹായ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാമോജി ഫിലിം സിറ്റി കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ്. അപ്പോൾ ഒരു ദിവസം എത്തി. നമ്മളെല്ലാവരും അവിടെ എത്തിയിട്ട് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ബസ്സിലാണ് നമ്മളതിനെ ഉള്ളിലേക്ക് കൊണ്ടുപോവുക. ഒരു 10-15 മിനിറ്റ് നമുക്ക് ഉള്ളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ അവിടെ ഉള്ളിലെത്തിയിട്ട് നമ്മൾക്ക് ആദ്യം അവരുടേതായ വേറൊരു ബസ്സിലേക്ക് വീണ്ടും കയറ്റി. എന്നിട്ട് അവിടെയുള്ളൊരു ഗൈഡ് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രീഫായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിന് ശേഷം നമ്മൾ ഇറങ്ങി കാണുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് വഴി അത് കാണാം. Okay, namaste everyone. Namaste. Namaste. Yes, welcome to Ramoji Film City. Myself T Narasimha, I am your tour guide. मेरा नाम है टी नरसिम्हा, आपका आज का टूर गाइड. नाम मेरा टी नरसिम्हा, मैं टूर गाइड. Yes, look at your right side. आप राइट साइड पे देखिए, इस जगह का नाम है यूरेका. इस प्लेस का नाम है यूरेका है. टूर यहाँ से शुरुआत होता है, इधर ही समाप्त होता है. इस प्लेस यूरेका अंटारो टूर इकड़े मोदला क्लोजिंग टाइम. लेकिन अभी हम जा रहे हैं ब्यूटीफुल गार्डन्स, माउंटेन्स और बाहुबली सेट देखने के लिए. आप सब लोग रेडी है ना? Thank you. Look at your right side. It is Mughal garden, which from outside look like Delhi Mughal garden, and from Indra Bharat movie theater place lo shoot chestaru. Hindi movie Rabde Banadi Jodi, Insan, Singham Redam, Dabang 2, Indian Police Force, Salar, KGF 2 movie, Prabhas sir movie, Raja Saab. ऐसे बहुत मूवी शूट हो चुके हैं. चाला मूवी शूट जल गए हैं. फाइटिंग सीन, मार्केटिंग सीन, बाजार सीन. इस बस के सामने देखिए फ्रंट साइड, बस के सामने फ्रंट साइड वॉल दिख रहे ना, दीवार, गेट वे ऑफ इंडिया. पिक्चर में दिखाते, मूवी में दिखाते, गेट वे ऑफ इंडिया फ्रंट साइड. लेफ्ट साइड पे देखिए मस्जिद, ग्रीन पेंट डाली तो मस्जिद, व्हाइट पेंट डाली तो ताजमहल. आगरा टू मुंबई 2 मिनट वॉकेबल डिस्टेंस. आगरा से मुंबई 2 मिनट का रास्ता है. 2 निमिषाల जर्नी आगरा टू मुंबई ओनली फिल्म. അപ്പോൾ ഇത്ര നേരം ഞാൻ വോയിസ് കൊടുക്കാതിരുന്നത് ഗൈഡ് പറയണത് നിങ്ങൾ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എനിക്കിത് എന്താണെന്നും എങ്ങനെയാണെന്നൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ ആൾ പറയണത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ക്ലിപ്പും ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം
കുറേ ലെങ്ത്ത് വരും നമുക്ക് വീഡിയോ. ഇതന്നെ നമ്മൾ 2 പാർട്ടാക്കിയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ രാമോജിത്തെ മിക്ക സംഭവങ്ങളും നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് 2 പാർട്ടായിട്ട് ഇടുമ്പോഴാണ് നമുക്ക് ആ മിനിറ്റ് ശരിയാവുള്ളൂ. ഇതന്നെ നമ്മൾ എല്ലാം ഏതാണ് കൊടുക്കേണ്ടത് നോക്കിയിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യണത് തന്നെ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഓരോരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഇത് ഈ സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് വീണ്ടും നമ്മളെല്ലാവരുമായിട്ട് ബസ് അടുത്ത സ്പോട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ഇറങ്ങും, എന്നിട്ട് അവിടെ കാണും. അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഇനി നമുക്ക് ഓരോരോ ലൊക്കേഷനായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോണത് റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ബാഹുബലിയുടെ സെറ്റിങ്, അങ്ങനെ ഓരോന്നും നമുക്കിനി വഴിയെ കാണാം. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കണില്ല. ഞങ്ങളിപ്പോൾ എവിടെയാണെന്ന് അറിയാം നിങ്ങൾക്ക്. ബാഹുബലി സെറ്റിംഗ് കാണിച്ചു കൊടുക്കപ്പോൾ കേട്ടോ. അങ്ങനെ നമ്മൾ ബാഹുബലിയുടെ സെറ്റിങ്ങിലേക്ക് എത്തി. അപ്പോൾ നമ്മൾക്ക് ബാഹുബലിയുടെ സെറ്റിങ്ങാണ് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടായിരുന്ന ഒരു സംഭവം. കാരണം അത്രയും മാത്രം അതിൻ്റെ ഉള്ളിൽ കാണാനുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാം, റീലെടുക്കാം, നമുക്ക് എന്ത് വേണേലും അതിൽ ചെയ്യാം. പക്ഷേ വെയിലുണ്ടായിരുന്നു ആ സമയത്ത്. വെയിലൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്കിതൊക്കെ നമ്മൾ സിനിമയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് റിയലായിട്ട് കാണുമ്പോൾ വേറെ തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണം എന്നുണ്ടായിരുന്നില്ല ബാഹുബലിയുടെ സെറ്റിങ്ങിൽ നിന്ന്. പക്ഷെ നമുക്ക് ഇറങ്ങിയേ പറ്റൂ, കാരണം ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് പോയി കാണണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് യൂറോപ്പ് സ്ട്രീറ്റോ അങ്ങനെ എന്താണ് അതിൻ്റെ പേര്, ഞാൻ കറക്റ്റ് ഓർക്കണില്ല. അതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് പണ്ട് സിനിമ എടുക്കുമ്പോൾ യൂറോപ്പിലേക്ക് പോവാനുള്ള എന്താ പറയുക ബഡ്ജറ്റൊന്നും ഇല്ലെങ്കിൽ അവർ ഇതുപോലെ യൂറോപ്പിൻ്റെ ഒരു സെറ്റിങ് പോലെ ഇടും. അതായത് വീടുകൾ, അങ്ങനെ അവരുടെ സ്ട്രീറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് പോയിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാനുള്ളത് കുറേ വീടുകളായിരുന്നു. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയത് ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളുടെ എയർപോർട്ട് സെറ്റിങ്, ഫ്ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ പോലെ ഇരിക്കണ ഭാഗങ്ങളിൽ, അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. പേടിയുണ്ടോ? പേടിയുണ്ടോ? Make sure your seat bags and trays are in their upright and locked positions, and any carry-on bags are stored on the floor beneath you. They should be on the ground shortly. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ മോളെ? ഫ്ലൈറ്റ് ഇറങ്ങിയില്ലേ? ഇറങ്ങിയില്ലേ? ഫിലിം സിറ്റിയിലാണ് ഫുഡ് കഴിക്കണത്. വെജാണ് കഴിക്കണത്. എന്നാൽ കൂടിയും പറഞ്ഞു കൊടുക്കും ബാക്കി ഐറ്റാണ്. ഒന്നിനൊന്ന് മെച്ചം അടിപൊളിയുണ്ട്. ഇതെന്തേലും റൊട്ടിയാ, പിന്നെ പൂരി കാണിച്ചു കൊടുത്തടി. ഡീൽസിന് എല്ലാം കൂടിയിട്ടുള്ളതിന് 450 രൂപയാണ് ഏഡ് ചെയ്യുന്നത്. അടിപൊളിയാണ്, എല്ലാം ഉണ്ട്. അതിനുള്ളതുണ്ട് സാധനം. സാധനമുണ്ട്.
പറയണെങ്കിൽ പറഞ്ഞോളൂ, നമ്മൾ ചിരിച്ചിരിക്കും. നമുക്ക് ഇഷ്ടമായാ? അപ്പോൾ ഉച്ചത്തെ ഫുഡ് കഴിക്കുന്നത് വരെ ഇന്നത്തെ വീഡിയോയിലുള്ളൂ. ബാക്കി നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.